എല്ലാവരും കാണുന്നുണ്ടല്ലോ. മൈക്ക് ഓൺ ആക്കിയ ആളെങ്കിലും ഒന്ന് ഉത്തരം പറയാം. ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇതാണ് അലസവാതകങ്ങളുടെ ക്രമം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. അപ്പൊ ഇത് ക്രമത്തിൽ പഠിക്കാനുള്ള ഒരു മാർഗം പറഞ്ഞുതരാണ്. ഹീലിയത്തിന് നമ്മൾ ഹെന്ന എന്ന് ഓർക്കുക. ഓക്കെ, ഹീലിയത്തിന് നമ്മൾ ഹെന്ന എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നിയോണിന് തൽക്കാലം നമ്മൾ NE നീല എന്ന് ഓർത്ത് വെക്കാം. നീല. അപ്പം നീല. ആർഗണിന് നമ്മൾ കോഡ് എന്ന് ഓർത്ത് വെക്കാം. KR, അത് KR ബേക്കറി എന്ന് ഓർത്ത് വെക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടോ? ഒരാള് പറയും. എപ്പോഴാണോ കേൾക്കാതിരിക്കുന്നത് അപ്പൊ പറഞ്ഞോളേ. ഓക്കെ, ഹെന്ന നീല സാരി ഉടുത്ത് അരീക്കോട് KR ബേക്കറിയിലെത്തി. അപ്പൊ HENEARKR. ഹെന്ന നീല സാരി ഉടുത്ത് അരീക്കോട് KR ബേക്കറിയിലെത്തി. ഇനി എന്തിനാ വന്നിട്ടുള്ളത്? ആരാ മൈക്ക് ഓണാക്കി കളിച്ചത്? ചോദിക്കാനാണെങ്കിൽ ചോദിക്കാം. ഓക്കെ, എന്തിനാ എത്തിയിട്ടുള്ളത്? എക്സ്ചേഞ്ച് ചെയ്യാനാണ്, കൈമാറാനും. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിയ ബ്രെഡ് പൂത്തതായിരുന്നു, ബേക്കറി അല്ലേ, ബ്രെഡ് പൂത്തതായിരുന്നു, അതൊന്ന് കൊടുത്ത് വേറെ പുതിയ ഒരു ബ്രെഡിന്റെ പാക്ക് വാങ്ങാനാണ്, എക്സ്ചേഞ്ച് ചെയ്യാനാ വന്നിട്ടുള്ളത്. അപ്പൊ XE എന്ന് ഓർക്കും. അപ്പൊ അവിടെ കാഷ്യറിൽ ആരായിരിക്കുന്ന അറിയോ? റൊണാൾഡിനോ. അപ്പൊ RN എന്ന് ഓർക്കും. അപ്പൊ കാഷ്യറിലാണ് നമ്മൾ ചെല്ലുന്നത്. ഓക്കെ, എന്തിനാ പോകുന്നത്? എക്സ്ചേഞ്ച് ചെയ്യാൻ. അപ്പൊ ആരെ അവിടെ കണ്ടത്? റൊണാൾഡിനോ. അപ്പൊ ഹെന്ന നീല സാരി കൊടുത്ത് അരീക്കോട് KR ബേക്കറിയിൽ കഴിഞ്ഞ ദിവസം വാങ്ങിയ ബ്രെഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ വന്നതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളാരാണ്? റൊണാൾഡിനോ. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ടത് അതിന്റെ പ്രതീകങ്ങൾ കറക്റ്റ് പഠിച്ചു. HENEARKR XERN. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ 2 ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ 2 ആണ്. ഹീലിയത്തിന്റെ അറ്റോമിക നമ്പർ 2. ഈ 2നോട് ഒരു 8 കൂട്ടിയേ. അപ്പൊ എത്രയാ കിട്ടുക? 10. അതാണ് നിയോണിന്റെ അറ്റോമിക നമ്പർ. അതിനോട് വീണ്ടും 8 കൂട്ടിയേ. അങ്ങനെ ആവുമ്പോ 18. അതാണ് ആർഗണിന്റെ അറ്റോമിക നമ്പർ. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ 8 കൂട്ടി. ഇനി അടുത്ത നമ്മൾ ചെയ്യുന്നത് 2 പ്രാവശ്യം 18 കൂട്ടണം. ഈ 8ഉം 18ഒക്കെ എവിടുന്ന് കിട്ടുന്നതാ? പരമാവധി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8, 18, 32 ഒക്കെ. ഓക്കെ, അപ്പം 2 പ്രാവശ്യം ഇനി 18 കൂട്ടണം. അപ്പൊ 18നോട് 18 കൂട്ടിയാൽ എത്രയാണ്? 36. വീണ്ടും 18 കൂട്ടുക. അപ്പൊ XEന്റേത് 54. ഇനി അപ്പൊ 2 പ്രാവശ്യം 18 കൂട്ടിക്കഴിഞ്ഞു. 2 പ്രാവശ്യം നമ്മൾ 18 കൂട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ 32 2 പ്രാവശ്യം കൂട്ടാണ് വേണ്ടത്. തൽക്കാലം 32 കൂട്ടണം. 54നോട് 32 കൂട്ടിയാൽ 86. വീണ്ടും 32 കൂട്ടിയാൽ 118. അതിന്റെ ആവശ്യം നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതാത്തത്. അപ്പം അറ്റോമിക നമ്പർ കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. ഇതേ രീതിയിൽ ഈ ഒരു ഐഡിയ നമ്മൾ അടുത്തുണ്ടായാൽ മതി. ഹീലിയത്തിൻ്റെത് 2 ആണ്. അങ്ങനെയാണ് എങ്കിൽ ബാക്കിയുള്ളതൊക്കെ കിട്ടാൻ സുഖമാണ്. നിയോണ് 8 കൂട്ടുക, 8 കൂട്ടുക, 18 കൂട്ടുക, 18 കൂട്ടുക, 32 കൂട്ടുക, കഴിഞ്ഞു. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അറ്റോമിക നമ്പറും നിങ്ങൾക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ നോക്കൂ, അറ്റോമിക നമ്പർ 21, സ്കാൻഡിയം എന്നാണ് അതിന്റെ പേര്. അവിടെ നമ്മൾ ചെയ്ത പണി എന്താണ്? 21 ആണ് അറ്റോമിക നമ്പർ. അറ്റോമിക നമ്പർ 21 ആണ്. 21ന് തൊട്ട് താഴെയുള്ള ഈ
അലസവാതകങ്ങളുടെ അറ്റോമിക നമ്പറുകളുടെ കൂട്ടത്തിൽ ഏത് നമ്പറാണ് 21 തൊട്ട് താഴെയുള്ളത്? ഏത് നമ്പറാണ് എന്ന് ആരെങ്കിലും ഒരാൾ പറയൂ. 21 തൊട്ട് 18. വെരി ഗുഡ്. 18 ആരുടേതാണ്? നിയോണിൻ്റെതാണോ ക്രിപ്റ്റോണിൻ്റെ ആണോ? AR മാത്രം പറഞ്ഞാൽ മതി, പ്രതീകം മാത്രം പറയാ. AR ഏതാണ്? AR. ARനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാക്കി. അത് കണ്ടോ? ARനെ സ്ക്വയർ ബ്രാക്കറ്റിലാക്കി. AR എത്രാമത്തെ ആളാണ്? HENEAR അങ്ങനെ എത്രാമത്തെ ആളാണ് AR അലസവാതകങ്ങളുടെ ഗ്രൂപ്പില്? മൂന്നാമത്തെ ആളാണ് ആര്? AR. ശരി. അപ്പൊ ഞാൻ ഇവിടെ കോമൺ ആയിട്ട് എഴുതാണ്. ARനെ നമ്മൾ ബ്രാക്കറ്റിൽ ആക്കി. മൂന്നാമത്തെ ആളാണ് എങ്കിൽ ഇനി നമ്മൾ എഴുതേണ്ടത് 4 എന്നാണ്. 4. കുട്ടികളെ ഒരു സെക്കൻഡ്, ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കേ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, ശരി. പിന്നെ നമ്മള് ചെയ്ത പണി എന്താണ്? ബ്രാക്കറ്റിൽ ആരെയാണ് ആക്കിയത്? 21 തൊട്ട് താഴെയുള്ള നമ്പർ ആയിട്ടുള്ള 18ന്റെ ആളാരാണ്? AR. ARനെ നമ്മൾ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കി. അങ്ങനെ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? പിന്നെ മൂന്നാമത്തെ ആളാണ് AR. അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു? 4 എന്നിടുന്നു. 4. എന്നിട്ട് ആരെ ഇടേണ്ടത്? S. ഫസ്റ്റ് തന്നെ S ഇടണം. 4S. ഇവിടെ എഴുതിയ നോക്കണ്ട നിങ്ങള്, ഞാൻ എഴുതിയാ നോക്കിയാൽ മതി നിങ്ങൾ. 4S. S പരമാവധി എത്ര പോവുക? 2. 18 വരെ ഇവിടെ ഓൾറെഡി ആയി. അത് അണ്ടർസ്റ്റുഡ്, എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ അതിനെ ബ്രാക്കറ്റിലാക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റിൽ. അപ്പൊ 18ഉം ഈ 2ഉം, ഈ 18 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ 2ഉം 20 എത്ര? 21 ആണ് വേണ്ടത്. 4S കഴിഞ്ഞാൽ നമ്മൾ ആ കുന്ത്രാണ്ട് എടുത്ത് നോക്കൂ. 1S കഴിഞ്ഞാൽ അടുത്തതാര്? 2S. അത് കഴിഞ്ഞാൽ അടുത്താര്? 2P കഴിഞ്ഞാൽ അടുത്തത് 3S, 3P. പിന്നെ ആരാ? 4S. 4S കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? അതില് ആരെങ്കിലും ഒരാൾ പറയൂ. 3D. ഇനി എത്ര ഇലക്ട്രോണുകളും കൂടിയും വേണം 21 ആവാന്? 1 ഇലക്ട്രോൺ. അപ്പൊ 3D1 കഴിഞ്ഞു. ഇത് ഇവിടെ ഇതിൽ എഴുതിയ നോക്കണ്ട നിങ്ങള്, ഇതില് അപ്പുറപ്പുറമൊക്കെ ഇടാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. 3D ഇപ്പുറത്തും 4S അപ്പുറത്തും ഒക്കെ എഴുതാം. പക്ഷേ അതിന്റെ മുകളിലെ സംഖ്യ കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ പഠിച്ച രീതിയിൽ അറിയണം. ഇത് കഴിഞ്ഞിട്ടേ, എന്ന് വെച്ചാൽ ഇത് നിറഞ്ഞിട്ടേ അടുത്തത്
ലേക്ക് ഇലക്ട്രോണുകൾ ബാക്കി പോകാൻ പാടുള്ളൂ എന്ന ധാരണ നമ്മളെ ഇടയിൽ ഉണ്ട് എങ്കിൽ ഓക്കെ ആണ്, നമുക്ക് 3D ഉള്ളിലാക്കിയിട്ടൊക്കെ എഴുതാം. അതന്നെ എഴുതിയത് എങ്ങനെയാണെന്ന് അറിയോ? ശരിക്കും ശ്രദ്ധിച്ചോളൂ. അവര് ഇതിൽ എഴുതിയ രീതി ഇങ്ങനെയാണ്. AR 18 അടുത്തത് ആരെയാണ്? മൂന്നാമത്തെ ആളാണ് AR, അതുകൊണ്ട് അടുത്തത് 4 ആണ് എഴുതേണ്ടത്. അപ്പം ഇവിടെ എഴുതി 4, S2, എന്നിട്ട് ഇവിടെ എഴുതി 3D, ബാക്കിയുള്ളത് 1. അങ്ങനെ എഴുതിയതാണത്. അത് അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, നമ്മൾ നേരത്തെ എഴുതിയ രീതിയിൽ എഴുതിയാലും കുഴപ്പം ഇല്ല. എസിന് മുകളിൽ 2, 3Dക്ക് മുകളിൽ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാൽസ്യം, മെഗ്നീഷ്യം, കൊബാൾട്ട്, സിങ്ക് ഇതൊക്കെ ആ രീതിയിൽ ഒന്ന് എഴുതാൻ പറ്റണം. അതിന് ഞാനൊരു കാര്യം കൂടി ചെയ്യാം. സിങ്കിൻ്റെത് ഞാൻ ഒന്ന് എഴുതി തരാം. സിങ്കിൻ്റെത് ഞാനൊന്ന് എഴുതി തരാം. ശരി, സിങ്കിൻ്റെത് എങ്ങനെയാണെന്ന് നോക്കാം. സിങ്കിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? ആരെങ്കിലും പറയൂ, സിങ്കിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 30. തൊട്ട് താഴെയുള്ള സംഖ്യ ഏതാണ് ഈ കൂട്ടത്തിൽ? 18. 18 അല്ലേ? ഓക്കെ, 18 ആരുടേതാണ്? AR. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ARനെ ബ്രാക്കറ്റിൽ എഴുതുന്നു. ARനെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നു. എഴുതി. AR എത്രാമത്തെ ആളാണ്? AR മൂന്നാമത്തെ. പറയൂ. മൂന്നാമത്തെ അല്ലേ സാറേ? എസില് 2 ഇലക്ട്രോൺ. അപ്പൊ 18ഉം ARന്റെ 18ഉം എസില് 2ഉം ആയി 20 ഇലക്ട്രോൺ ആയി. ഇനി ബാക്കി 10 ഇലക്ട്രോൺ ഉണ്ട്. 4s കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? ആരെങ്കിലും പറയൂ. KR. 4s കഴിഞ്ഞാൽ KRO എന്താ? 3D അല്ലേ? ബാക്കി എത്ര ഇലക്ട്രോണുകളും കൂടിയുണ്ട് എഴുതാന്? ബാക്കി എത്ര ഇലക്ട്രോണുകളും കൂടിയുണ്ട്? 10. ഓക്കെ, 3D. ഇനി ബാക്കി ഇപ്പൊ 18ഉം 2ഉം 20 ആയി. ഇനി ബാക്കി എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ആരെങ്കിലും പറയൂ. 10. ഡിയിൽ 10 എഴുതാൻ പറ്റുമോ? ഡിയിൽ 10 എഴുതാൻ പറ്റുമോ? പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ 10 എഴുതുന്നു. ഇനി എഴുതാനുണ്ടോ? 30 ആയില്ലേ? 30 ആയോ? ആയിട്ടുണ്ട്. ഓക്കെ, ഇതേ രീതിയിൽ നിങ്ങൾ കാൽസ്യം, മെഗ്നീഷ്യം, കൊബാൾട്ട് ഇത് മൂന്നും വേഗം എഴുതിക്കോളൂ.
ഓക്കെ റെഡി. എല്ലാവരും പിന്നെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാൽസ്യത്തിൻ്റെത് ശ്രദ്ധിക്കുക. കാൽസ്യത്തിൻ്റെത് ഒന്ന് ശ്രദ്ധിക്കുക. കാൽസ്യത്തിൻ്റെത് എഴുതിയപ്പോൾ നമ്മൾ അവിടെയും ARനെ ബ്രാക്കറ്റിലാക്കി, എന്നിട്ട് 4s2 എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. AR 4s2. മെഗ്നീഷ്യത്തിന്റെ നമ്മൾ നിയോണിനെയാണ് ബ്രാക്കറ്റിലാക്കിയത്. Ne രണ്ടാമത്തെ ആളാണ്. അപ്പൊ 3s2 അപ്പൊ 12 ആകും. കൊബാൾട്ട് 27 ആണ്. 27 എഴുതുന്ന സമയത്ത് ARനെ ബ്രാക്കറ്റിലാക്കുന്നു. then 4s2 എടുത്തു. then അടുത്തത് 3d7 എന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരുന്നത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ചോദിക്കാം. ഈ പുതിയ ആളുകൾക്കൊന്നും ഡൗട്ട് ഉണ്ടാവില്ല അല്ലേ? ഇത് ഒക്കെപ്പാടെ കൈ പൊക്കി എന്തിനാണാവും? ഞാൻ കൈ പൊക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എഴുതി തീരുന്ന ആളുകളോട് കൈ പൊക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. പുതിയ ആളുകളോട് മാത്രമേ കൈ പൊക്കാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതിന് ഞാൻ സമയം തരാം. വേറെ വരാനുണ്ട്. അപ്പൊ ചുരുക്കിയെഴുത്ത് എല്ലാവരും പഠിച്ചല്ലോ. അതിന് 75 ചോദിച്ചാല് 75-ന് തൊട്ട് താഴെയുള്ള ഈ കൂട്ടത്തിലെ സംഖ്യ ഏതാണ്? 54. 54ന്റെ ആളാരാ? XE. അപ്പൊ XE ബ്രാക്കറ്റിലാക്കുന്നു. XE എത്രാമത്തെ ആളാണ്? 5-മത്തെ ആള്. 1 2 3 4 5-മത്തെ ആള്. അപ്പൊ നമ്മൾ അടുത്തെന്ത് ചെയ്താ? 6s2. 6s കഴിഞ്ഞാൽ അടുത്ത ആൾ ആരാണെന്നുള്ളത് മറ്റേ അത് നോക്കണം. 4f ആയിരിക്കും. 4f 14. then അടുത്തത് ആരാ? 5d 5 കഴിഞ്ഞു. അതാണ് 75-ൻ്റെത് വരിക. നിങ്ങൾ ഇനി അത് എഴുതി നോക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ അടുത്ത ദിവസത്തേക്ക് ഇന്ന് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഈ പിന്നെ അലസവാതകങ്ങളുടെ പ്രതീകങ്ങൾ ഓരോന്ന്, ഇപ്പൊ ഹീലിയം വരുന്ന 2 എഴുതുക, നിയോൺ വരുന്ന 2 എഴുതുക. അത് എന്താണ് അറ്റോമിക് നമ്പർ എന്ന് അറിയും. ഇപ്പൊ 2-ന് മുകളിലുള്ള സംഖ്യകൾ, അതും 9, 3 മുതൽ 9 വരെയുള്ള അറ്റോമിക് നമ്പറുകളിലെ ഏതെങ്കിലും 2 അറ്റോമിക് നമ്പർ എടുത്തിട്ട് എഴുതുക. അതേപോലെ 11 to 17 വരെ ഉള്ളതിൽ 2 എടുത്തിട്ട് എഴുതുക. അപ്പൊ നിയോൺ അതിൽ പെടും. അപ്പൊ ഹീലിയം ബ്രാക്കറ്റിൽ വരത്തക്ക രീതിയിലുള്ള 2, നിയോണ് 2, അങ്ങനെ നിങ്ങൾ Rn 2. അപ്പൊ Rn വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 86-ന് മുകളിലുള്ള സംഖ്യകൾ എടുക്കണം. മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ 1 2 3 4 5 6 2 12 എഴുതണം. നിങ്ങൾ തന്നെ സ്വയം തീരുമാനിച്ചാൽ മതി ഏത് അറ്റോമിക നമ്പർ ആണെന്ന്. അപ്പൊ ഏതിന്റെ മുകളിൽ വരണം അത് നിങ്ങൾ നോക്കണം. അങ്ങനത്തെ 2, അങ്ങനെ ഓരോന്നിനും 2 വീതം എഴുതണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റൈറ്റ്, റെഡി ആണ് എന്ന് വിചാരിക്കുന്നു. സാറേ ഒന്നും കൂടി മതിയോ? ഓരോന്ന് 2 വീതം എഴുതണം. ഓരോന്നും 2 വീതം എഴുതണം. എന്തെങ്കിലും ഉണ്ടോ? പ്രശ്നം ഉണ്ടോ? ഹലോ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ടില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതൊന്ന് വായിച്ചു നോക്കാം. ഡി സബ് ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ശരിയല്ലേ? ഈ സബ് ഷെല്ലിൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ? ഇതൊന്ന് വായിച്ചു നോക്കട്ടോ.
ഓക്കെ, ഡി സബ് ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ സബ് ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ എന്ന് വെച്ചാൽ D10, പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ എന്ന് വെച്ചാൽ D5 ആയ ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയവയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചില സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ലാസ്റ്റില് D5 എന്ന് വന്നു എന്ന് വിചാരിച്ചോളൂ. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ നിങ്ങൾ എഴുതിയാൽ 30 ഉണ്ടല്ലോ, അത് D10 എന്നല്ല വന്നിരുന്നത്, 30ൻ്റെത് ലാസ്റ്റ് D10 അറ്റോമിക നമ്പർ 30 ഉള്ളതിൻ്റെത് 3D10 എന്നാ വന്നിരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അതിന് മറ്റു ആറ്റങ്ങളെ അപേക്ഷിച്ച് സ്ഥിരത കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതിന്റെ അടിസ്ഥാനത്തിൽ D4S2 അല്ലെങ്കിൽ D9S2 എന്ന് വെച്ചാൽ നമ്മൾ എഴുതുമ്പോൾ S2 D4 എന്നാണ് വരിക. അപ്പൊ 24ൻ്റെത് എഴുതി നോക്കിയാൽ മനസ്സിലാകും അത്. ഇപ്പൊ 24 അറ്റോമിക നമ്പർ ഉള്ളതിൻ്റെത് എഴുതി നോക്കിയാൽ നമ്മൾ ഇങ്ങനെ 1S2, 2S2, 2P6, 3S2, 3P6, പിന്നെ നമ്മൾ 4S2, 3D4 എന്നാണ് വരിക. എന്ന് വെച്ചാൽ ഇതാണ് ഉദ്ദേശിച്ചത്, D4S2. അങ്ങനെ വന്നാൽ ആരാ എന്താ പ്രശ്നം? ഹലോ, ഓക്കെ. D4S2 അല്ലെങ്കിൽ S2D4 എന്ന രീതി വന്നാൽ ഇത് തെറ്റാണ് എന്നും അതിന്റെ ശരിയായ രീതി എന്ന് പറയുന്നത് ഈ ഡിയില് 4 എന്നുള്ളിടത്ത് നമ്മൾ 5 എന്നാക്കുകയും എസിലെ 2 എന്നുള്ളിടത്ത് 1 എന്നാക്കുകയും ചെയ്തുകൊണ്ട് ആ ക്രമീകരണം തിരുത്തേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തിനാ തിരുത്തുന്നത്? ഓൾറെഡി ഇങ്ങനെയാണ് അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ ക്രമീകരണം. അത് എന്തിനാ അങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്? ആ അവസാനം ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെല്ലിൽ ഡി സബ്ഷെല്ലിൽ ആവുകയും അതില് പകുതി അല്ലെങ്കിൽ പൂർണ്ണമായ ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അതിന് സ്ഥിരത കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. D4 വരൂല, D9 വരൂലേ, പ്രത്യേകം ശ്രദ്ധിക്കാം. ഡിയില് 4 വരൂല, ഡിയില് 9 വരൂല. പകരം നമ്മൾ എന്താ ചെയ്യാ? എസില് 1 ഇപ്പുറത്തേക്ക് മാറ്റിയിട്ട് 5 അല്ലെങ്കിൽ 10 ആക്കും, എസിൽ 1 ആക്കി മാറ്റും. ഇങ്ങനെ സ്ഥിരതയ്ക്ക് വേണ്ടി ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ എഫ് സബ് ഷെല്ലിൽ F7, F14 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളവയാണ്. ജസ്റ്റ് മനസ്സിലാക്കാനേ പറഞ്ഞിട്ടുള്ളൂ. എഫ് സബ് ഷെല്ലിന്റെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സംഗതിയെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു ക്രമത്തിൽ അങ്ങനെ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനെ എഴുതി പോവാം. 3S2, 3P6, 4S2, 3D4. നമ്മൾ ഒരു ഒഴുക്കം മട്ടിൽ അങ്ങനെ എഴുതി പോകും. D4 എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞു എണ്ണമായി ആയാൽ അത് തെറ്റാണ്. ഡിന്റെ മുകളിൽ 4 9 അവസാനത്തിൽ വരില്ല. പകരം എസിലുള്ള 1 അങ്ങോട്ട് മാറ്റിയിട്ട് അത് 5 10 ആക്കിയിരിക്കണം. എന്തിനാ അങ്ങനെ ആക്കുന്നത്? ആ ആറ്റത്തിന് മറ്റു ആറ്റങ്ങളെ അപേക്ഷിച്ച് സ്ഥിരത കൂടുതലായിരിക്കും. ഓൾറെഡി അങ്ങനെ നമ്മളാക്കുന്നതല്ല കേട്ടോ, അങ്ങനെയാണ് അതിന്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കണം. അപ്പം അതുകൊണ്ട് ഈ ഒരു സംഗതി ഇങ്ങനെയാണ് വരിക എന്നുള്ളത് പഠിക്കുക. അതേപോലെ നമ്മൾ 29ൻ്റെത് എഴുതി നോക്കണ്ടി. അവസാനം വരുമ്പം 4S2, 3D9 എന്ന് എഴുതും പലരും. തെറ്റാണ്, ഡിന്റെ മുകളിൽ 9 വരൂല. പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് 1, ഇത് 10, ഇത് ഈ രീതിയിലാണ് വരിക. 42ൻ്റെത് എഴുതി നോക്കുക, 47ൻ്റെത് എഴുതി നോക്കുക. ഇത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതല്ലേ? ആരെങ്കിലും ഒരാൾ പറയൂ. അപ്പൊ ഒരിക്കൽ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഈ വരാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുമ്പോൾ ആ രീതിയിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വെട്ടിത്തിരുത്തി എഴുതരുത്. എഴുതുമ്പോൾ തന്നെ വളരെ കറക്റ്റ് എഴുതി വെക്കും. അപ്പൊ ഞാൻ വെട്ടിയ മാതിരി വെട്ടി എഴുതരുത് എന്ന്, കറക്റ്റ് ആയിട്ട് തന്നെ എഴുതിക്കൊള്ളണം. ഇവിടെ ആരെ മൈക്ക് ഓൺ ആക്കി കളിക്കുന്നത്? 4S1, 3D10 ഈ രീതിയിലാണ്. 42ന്റെ എഴുതുമ്പോൾ 5S1, 4D5 എന്നായിരിക്കും ലാസ്റ്റ് വരിക. എഴുതി നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, റെഡി. അപ്പൊ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി പഠിച്ച ആളുകൾക്ക് മാത്രമേ ഇത് പറഞ്ഞുകൊണ്ട് കാര്യമുള്ളേ.
ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇല്ല, ആരും ഇല്ലേ? ഞാൻ ഇതിലെങ്കിലും ഡൗട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചാണേ. ഹലോ, ഇതിലുണ്ട്. ചോദിക്കാം. ഇതൊന്നുകൂടി പറഞ്ഞുതരൂ സാറേ. ഇത് സാധാരണ 29ന്റെ ഒന്ന് എഴുതി നോക്കോ. സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതുവോ? 29ന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് എഴുതൂ. ഒന്ന് എഴുതി നോക്കൂ. ആ ആള് എഴുതിയിട്ട് ഒന്ന് വായിച്ചു തരണം കേട്ടോ. കാരണം സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാവുന്നവർക്കാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഒരു സെക്കൻഡ്. ഹലോ സാറേ, ഹലോ ഹലോ. മോളെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഞാൻ തിരിച്ചു വരും ഇപ്പൊ. ഓക്കെ, ആരായിരുന്നു? ആരോടാ ഞാൻ ചോദിച്ചിരുന്നത്? ആരാ ഡൗട്ട് വെച്ചിരുന്നത്? ചോദിക്കൂ. ഹലോ സാറേ, ഞാനാ. എങ്ങനെ എഴുതിയത് വായിച്ചോ? അത് ചുരുക്കി എഴുതാൻ അത് നേരെ ആയിട്ടോ?
നേരെയാക്കി വായിക്കേ. ഫുള്ള് എഴുതാൻ പറഞ്ഞാൽ ഫുള്ള് എഴുതണം. ചുരുക്കി എഴുതാൻ പറയുമ്പോൾ മാത്രം ചുരുക്കി എഴുതിയാൽ മതി. സബ്ഷൽ ഇലക്ട്രോണിക് വിന്യാസം എഴുതാൻ പറഞ്ഞാൽ ഫുള്ള് എഴുതണം. 1s2 വേഗം വായിക്കേ. 2s2 sp6 3s2 ഒന്നെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് വായിക്കേ. 1s2 2s2 1s2 2s ഇംഗ്ലീഷിൽ വായിച്ചാ മതി. 2s2 അങ്ങനെ വായിച്ചാ മതി. 1s2 2s2 2p6 3s2 3s6 3d9 3s6 ആരും വായിക്കല്ല. 3p6 ആണ്. 4s2 4s2 3d9. സാധാരണ എഴുതുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്? പക്ഷെ ഇത് തെറ്റാണ്. സ്ഥിരത കൂടുന്നതിന് വേണ്ടിയിട്ട് ഡീന്റെ മുകളിൽ എത്ര ഉണ്ടാവുക മോളെ? 10 വരും. അപ്പൊ എസിലോ? എസിൽ 2. അയ്യേ, അപ്പൊ പിന്നെ 30 ആവൂലേ അറ്റോമിക നമ്പർ? ആ 10 ആക്കിയത് എങ്ങനെയാ? എസില് 1 ഇങ്ങനെ വരും എന്നാണ് പറയുന്നത്. അങ്ങനത്തെ കേസ് വന്നാല് ഡിക്ക് മുകളിൽ 9 അല്ലെങ്കിൽ 4 വന്നാല്. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഭാഗം പറയാൻ പോവുകയാണ്. ഓക്കെ, നോക്കാം നമ്മള്. ഓക്കെ, ഇതില് ലിഥിയം അറ്റോമിക നമ്പർ എത്രയാണ്? ഞാൻ ചോദിക്കുന്ന ആളുകൾ പറയാൻ നിന്നാല് എന്താ പറയാ, ഓരോന്നിനും ആരൊക്കെ പറയേണ്ടതെന്നുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ടുവെക്കാണ്. ഒന്നിൻ്റെത് അൻഷിഫ്, ഒന്നാമത്തെ അൻഷിഫാണ് പറയേണ്ടത്. രണ്ടാമത്തത് ബഷാഹ് കെ, ബഷാഷ് കെ. അടുത്ത റിസ്വ, സിനാൻ പിശ. ആർക്ക് ശേഷമാണ് നോക്കോട്ടോ, ഞാൻ പിന്നീട് പേര് വായിക്കൂല. ആദ്യം അൻഷിഫ്, ആദ്യം പറയേണ്ടത് അൻഷിഫ് പി, ദെൻ ബഷാഷ് കെ, റിസ്വ, സിനാൻ പി സി. ഞാൻ 4 ആളുകളുടെ പേര് വായിച്ചിരുന്ന ആ ക്രമത്തിൽ നിങ്ങൾ വരണം. ഓക്കെ, ആദ്യത്തെ ആള് വന്നോളൂ. ആദ്യത്തെ ആള്. ഹലോ അൻഷിഫ് പി, മൈക്കോണാക്കൂ. ഹലോ. യെസ്. എത്രയാണ് മോനെ ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ? ഇവിടെ തന്നെ കാണുന്നുണ്ട്. ലിഥിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാ പറയൂ? ലിഥിയത്തിന്റോ? ഇവിടെ ഈ ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. മൂന്ന്. അറ്റോമിക നമ്പർ 3 അല്ലേ? 3 തന്നെയാണോ? ആണോ? ആണ്. 3. ശരി. സബ്സ്റ്റൽ ഇലക്ട്രോൺ വിന്യാസം പറയാൻ പറ്റുമോ ആ 3ന്റെ? ആദ്യം ഏതാണ് പിന്നെ ഏതാണ് എന്നുള്ളത് പറഞ്ഞോ. 1s നോക്കട്ടോ. നോക്കാനൊന്നുമില്ല, പറഞ്ഞോ. 1s 2. 1s2. അപ്പൊ 2 ഇലക്ട്രോൺ ആയി. ഇനി എത്ര എണ്ണം കൂടി ബാക്കിയുണ്ട്? 2s1. എത്ര എണ്ണം കൂടി ബാക്കിയുണ്ട് എന്നുള്ളതിന് ഉത്തരം പറയാൻ അൻഷിഫെ. 1. അപ്പൊ 1s കഴിഞ്ഞാൽ അടുത്തത് ആരെയാണ് അറക്കേണ്ടത് നമ്മള്? 1s കഴിഞ്ഞാൽ 2s1. ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുന്നത്. അടുത്തത് 2sനെയാണ് അറക്കേണ്ടത്. അവിടെ ഏതെങ്കിലും ഭാഗം നോക്കിയിട്ടല്ല പറയേണ്ടത്, മനസ്സിലാക്കിയിട്ട് പറയും. 2s1. ശരി, ഓക്കെ. അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ് ഇതില്? പി ആണോ, ഡി ആണോ, എഫ് ആണോ, ഏതാണ് അവസാനം ഇലക്ട്രോൺ പൂരണം? അവസാന ഇലക്ട്രോൺ നിറഞ്ഞ സബ്ഷെൽ ഏതാ? എസ്. ഓക്കെ, അതുകൊണ്ട് ഇതിന്റെ ബ്ലോക്ക് എസ് ആണ്. എന്ന് വെച്ചാൽ എസ് ബ്ലോക്ക് മൂലകമാണ്. ബ്ലോക്ക് പറഞ്ഞുതരാം. ഇത് എസ് ബ്ലോക്ക് മൂലകമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അൻഷിഫെ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഓഫ് ആയിക്കോളൂ. അടുത്ത ആള് വാ.
അൻസിഫ് കഴിഞ്ഞാൽ പറഞ്ഞ ആളുവാ. ഹലോ ഹലോ, പേരെന്തായിരുന്നു? ബഷാഷ്. ബഷ. മെഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 12. 12. വെരി ഗുഡ്. പിന്നെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഒന്ന് പറയാൻ പറ്റുമോ? 1s2 വായിക്ക്. 1s2. 2s10. അയ്യോ, എസ്സില് 10 വരെയൊക്കെ പോകൂലേ മോനെ? എസ്സിൽ എത്രയാ പരമാവധി കൊള്ളുക ബഷാഷെ? 2. അപ്പൊ 2s2 എന്നാ വരിക കേട്ടോ. ഓക്കെ, 2s കഴിഞ്ഞാൽ അടുത്തത് ആരെയാണ്? ഞാൻ ചിത്രമൊക്കെ വരച്ചിരുന്നോ? 3d10. ചിത്രം വരച്ചിരുന്നോ? ഏത്? ഞാനൊരു ചിത്രമൊക്കെ ഡിസ്പ്ലേ ചെയ്തിരുന്നു, അതൊക്കെ വരച്ചിരുന്നോ? എന്നിട്ട് ആ വരച്ചതിൽ 2s കഴിഞ്ഞാൽ 3d ആണ് അല്ലേ? 3p6 ആണോ? 2s കഴിഞ്ഞാൽ 3p ആണ് മോനെ. എന്താണ് ഇങ്ങനെയൊക്കെ ആയാല്? ഈ ചിത്രമൊക്കെ വരച്ചണോ? ഇല്ല. അതോ ഇത് ഇങ്ങനെ സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാണോ? 2p6 കഴിഞ്ഞാൽ അടുത്ത് 2p6. ഇപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോണുകളായി ഇവിടെ? ഇപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോണുകൾ നമ്മളിപ്പം എഴുതി? 10. ഇനി എത്ര ഇലക്ട്രോണുകൾ വേണം? 2. ആ 2p കഴിഞ്ഞാൽ അടുത്തത് ആരെയാണ് എഴുതുക? 3s2. അടുത്തത് ആരെ എഴുതുകയെന്ന് ചോദിച്ചാൽ 3s. ബാക്കി എത്ര ഇലക്ട്രോണുകളാണ് ഉള്ളത്? 2. എസിൽ 2 പോകുമോ? പോകും. പോകൂലേ? ഇനിയുണ്ടോ? ഇനി അടുത്തത് ഉണ്ടോ? എഴുതണോ? ഇനിയില്ല. 12. വെരി ഗുഡ്. ഓക്കെ, അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? അവസാനം ഇലക്ട്രോൺ നടന്ന സബ്ഷെൽ എസ്. അതുപോലെ എസ്. അതുകൊണ്ട് അതും എസ് ബ്ലോക്ക് മൂലകമാണ്. ഓക്കെ, വെരി ഗുഡ്. ഓഫ് ആയിക്കോളൂ കേട്ടോ. അടുത്ത ആളുവാ. ഹലോ, ആരാ? പേര് പറയൂ. റിസ്വ. അറ്റോമിക നമ്പർ എത്രയാ നൈട്രജന്റേത്? 7. ഓക്കെ, ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പറയൂ. 1s2. പിന്നെ ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 1s2 2s2 എത്ര ഇലക്ട്രോൺ ആയി? 4. ഇനി എത്രണ്ണം കൂടി വേണം? 2p3. ഇനി എത്രണ്ണം കൂടിയും വേണം എന്ന ചോദ്യത്തിന് ഉത്തരം പറയും. ഒക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചേച്ച് അങ്ങനെ പറയല്ലേ. 3 എണ്ണം വേണം. 2s കഴിഞ്ഞാൽ അടുത്തത് ആരെ എഴുതുക? 2p. വെരി ഗുഡ്. ബാക്കിയുള്ള ഇലക്ട്രോൺ 3 അല്ലേ? വെരി ഗുഡ്. അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? ഓർക്കെ? പി. അതുകൊണ്ട് ഈ മൂലകം പി ബ്ലോക്ക് മൂലകമാണ്. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് വാ. കേട്ടില്ല? ഹലോ, റേഞ്ചില്ല മോനെ. എന്താണ് ഇങ്ങനെ ആയാല്? റേഞ്ചില്ലല്ലോ. ഓഫ് ചെയ്താ. അഭിജിത്ത് വാ. അഭിജിത്ത്. ഹലോ, സിനാൻ ഓഫ് ചെയ്തോളൂ കേട്ടോ. അഭിജിത്ത് വാ. അഭിജിത്ത് സഹില. അതിൽ അഭിജിത്ത് ആണ് പറയേണ്ടത്. മൈക്ക് ഓൺ ആക്ക. അഭിജിത്ത്. ഓക്കെ, അഭിജിത്തെ പറയൂ. ഹലോ അഭിജിത്തെ. കേൾക്കുന്നില്ലല്ലോ. ഹലോ ഷിഫ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? മൈക്ക് ഓൺ ആക്കി ഒന്ന് പറയൂ ഷിഫ. അഭിജിത്ത് ഓഫ് ആയി കേട്ടോ. അൻഷ അഷ്റഫ് മൈക്ക് ഓൺ ആക്കൂ. അൻഷ അഷ്റഫ്. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓക്കെ,
ഈ പിന്നെ സ്കാൻഡിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 21. 21. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പറയും. 1s2 2s2 2p6 3s2 3p6 4s2 3d1. 4s2 3d1. വെരി ഗുഡ്. അവസാനം ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? d ഡി ആണ്. അതുകൊണ്ട് ഏത് ബ്ലോക്ക് ആണ്? d ബ്ലോക്ക്. എന്ന് വെച്ചാൽ ഓക്കെ, ഓഫ് ആയിക്കോളൂ കേട്ടോ. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. എന്ന് വെച്ചാൽ അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ ഏതാണോ ആ സബ്ഷെല്ലിന്റെ പേരിലാണ് അത് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുക എന്ന് നമ്മൾ പറയുക. ഓക്കെ, അത് ഏത് ബ്ലോക്കിലാണ് ഉൾപ്പെടുക എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ബ്ലോക്ക് ഇങ്ങനെയാണ്. ഇതാണ് പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ. പീരിയോഡിക് ടേബിളിന്റെ സ്ട്രക്ചർ ആണിത്. ഇത് 1ഉം 2ഉം ഗ്രൂപ്പ്, അത് എസ് ബ്ലോക്ക്. എന്ന് വെച്ചാൽ 1ഉം 2ഉം ഗ്രൂപ്പിലുള്ള മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാൽ അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ എസ് ആയിരിക്കും. അതിൽ മാറ്റം ഉണ്ടാവില്ല. അടുത്തത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ അതിലെ ഏത് അറ്റോമിക നമ്പർ എടുത്തും നിങ്ങൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കൂ. അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ ഡി ആയിരിക്കും. അതുകൊണ്ട് അത് ഡി ബ്ലോക്ക്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കൂ. അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ പി ബ്ലോക്ക്. ഇനി താഴെ കാണുന്ന ലാന്തനോണുകളും ആക്ടിനോണുകളും അതാണ് എഫ് ബ്ലോക്ക്. ഇതാണ് പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടുണ്ട്. എസ്, പി, ഡി, എഫ്. എങ്ങനെയാണ് അവയുടെ ബ്ലോക്ക് നമ്മൾ തിരിച്ചറിയുക? അത് ഏത് ബ്ലോക്കിലാണ് എന്ന് തിരിച്ചറിയുക? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ ഏതാണോ അതിന്റെ പേരിലാണ് നമ്മൾ ബ്ലോക്ക് പറയുന്നത്. അത് ആ ഓർഡറിൽ എഴുതണം. ഓർഡർ തെറ്റിച്ചെഴുതിയാൽ അവസാനം ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലും നിങ്ങളത് തെറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്ലോക്ക് ഏതാണെന്ന് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നോക്കിയിട്ട് കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, റൈറ്റ്. അടുത്ത ഭാഗം എടുക്കാൻ പോകുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സർ. യെസ്, ചോദിക്കാം. മുമ്പ് പറഞ്ഞത് അത് ക്ലിയർ ആയി കിട്ടിയിട്ടില്ല. ഏത് കുറെ മുമ്പ് പറഞ്ഞത്? ഇതിന്റെ മുമ്പ് പറഞ്ഞില്ല. അതൊക്കെ ഒരു പരപ്പര എനിക്കുള്ളു. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? എല്ലാവർക്കും അങ്ങനെയായിരുന്നോ? വേറെയുള്ള ആളുകൾക്ക് അല്ല. 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 ഓക്കെ. അല്ല. ഓക്കെ, നമ്മൾ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ബ്ലോക്കുകൾ ഏതൊക്കെയാണെന്നാണ്. ബ്ലോക്ക് എസ്, പി, ഡി, എഫ്. അത് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് 1ഉം 2ഉം ഗ്രൂപ്പുകളാണ്. പി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളാണ്. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ലാന്തനോണുകളും ആക്ടിനോണുകളും ആണ്. ഓക്കെ, റൈറ്റ്. ഇനി നമ്മള് ഓക്സീകരണാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്സീകരണാവസ്ഥ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കൽ കൂടി പറയാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാൻ പോവാണ്. ഓക്സീകരണാവസ്ഥ കണ്ടെത്തുന്ന രീതി എങ്ങനെയാണ് ശരിക്കും ശ്രദ്ധിക്കുക. ഇതിനു മുമ്പ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുമ്പ് ക്ലാസ്സിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മള് ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന്റെ ചിഹ്നവും, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണവും അതിന്റെ ചിഹ്നവും സൂചിപ്പിക്കുന്നതാണ് ഓക്സീകരണാവസ്ഥ. എന്ന് വെച്ചാൽ +1 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു എന്നാണ്.
-1 എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നു എന്നാണ്. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ. -2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആള് പറയണം മിൻഹാഷറിൻ മൈക്കോണാക്കു മിൻഹാഷറിൻ പ്ലസ് മിൻഹാഷറിൻ. ഹലോ സർ. ഹലോ. യെസ്. +3 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? +3 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സരുൺ മൈക്കോണാക്കി പറയൂ. സരുൺ. ഹലോ സരുൺ. സരുൺ ടി. ഓക്കെ, പറയൂ. +3 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്സീകരണാവസ്ഥ. ആരാ പറയാ? ആരെങ്കിലും ഒരാൾ പറയൂ. ഹലോ സർ. പറഞ്ഞോ. 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ പറഞ്ഞത്? സാലാഷറിൻ. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. പ്ലസ് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക, മൈനസ് പറഞ്ഞാൽ സ്വീകരിക്കുക. അപ്പൊ +3 എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു എന്നാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചോദിച്ച ആളിപ്പോഴും മൈക്ക് ഓണാക്കി കിടക്കുന്നുണ്ടായിരുന്നു. ആരായിരുന്നു? മിൻഹാഷറിൻ. മൈക്ക് ഓണാക്ക്. മിൻഹാഷറിൻ. ഓക്കെ. -2 എന്ന് പറഞ്ഞാൽ എന്താണ് മിൻഹാഷറിനെ? 2 ഓക്സിജനെ സ്വീകരിക്കുന്നു. ഞാൻ ഓക്സിജൻ ഒക്കെ പറഞ്ഞപ്പോ അവിടെ അല്ല, 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോട്ടോ. ഓക്കെ, ഇതാണ് ഓക്സീകരണാവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ചെയ്യുന്നത് കുറച്ച് ഓക്സീകരണാവസ്ഥകൾ നമ്മൾ എഴുതി വെക്കാണ്. ഹൈഡ്രജന്റെ ഓക്സീകരണാവസ്ഥ +1 എന്നാണ്. പൊട്ടാസ്യത്തിനത് +1 എന്നാണ്. സോഡിയത്തിനത് കാൽസ്യത്തിന് അറിയേണ്ട സാധനമാണ് കേട്ടോ. ശരി. -1 എന്നാണ്. ഓക്സിജന്റത് -2 എന്നാണ്. ഓക്സിജന്റത് -2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാണാതെ അറിഞ്ഞിരിക്കുന്നു. ഇത്രയും ആളുകളുടേത് നമുക്ക് കാണാൻ ആളുകളുടേത് ഓക്സിജൻ -2. ശരി. ഇനി നമ്മൾ ഓക്സീകരണാവസ്ഥ കണ്ടെത്താൻ പോവാണ്. ഇപ്പം KMnO4 മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കാണാൻ പോവാണ്. KMnO4 മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ നമ്മൾ കാണാൻ പോവാണ്. അതെങ്ങനെയാ കാണുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. KMnO എത്ര ഉണ്ട്? 4 എണ്ണം. അത് 4 എണ്ണാക്കി എഴുതുക. ഇനി നമുക്ക് K'ൻ്റെത് നമുക്കറിയാലോ. എത്രയാണ്? +1. Mnന്റെ നമുക്ക് അറിയില്ല, അതാണ് കാണാൻ പറഞ്ഞത്. അറിയാത്തതിനെ നമ്മൾ +x എന്നിടുക. ഓക്സിജന്റെ നമുക്കറിയാം -2. ഈ ഓക്സിജന്റെത് -2, -2. ഇതെല്ലാം പാടെ കൂട്ടിയാൽ 0 കിട്ടേണ്ടത്. 0 കേട്ടോ, അത് ഓക്സിജൻ അല്ല, 0. എന്നുവെച്ചാൽ ഒരു രാസസൂത്രത്തിലെ എല്ലാ ആറ്റങ്ങളുടെയും എന്നാ പറഞ്ഞത്, മൂലകല്ല, എല്ലാ ആറ്റങ്ങളുടെയും, അതിൽ 4 ഓക്സിജനോ 3 ഓക്സിജനോ 3 എണ്ണമായിട്ട് കാണുന്നതിന്, എല്ലാ ആറ്റങ്ങളുടെയും ഓക്സീകരണാവസ്ഥകൾ കൂട്ടിയാൽ 0 ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ അറിയാത്തതിന്റെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് +1, ഇനി ഇത് മാത്തമാറ്റിക്സാ, +x -2 കൂട്ടിയാൽ -8 വരിക, =0. +1 -8 കൂട്ടിയാൽ എത്രയാണ്? പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും കൂട്ടുകയാണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. അപ്പൊ 8ൽ നിന്ന് 1 കുറച്ചാൽ 7, വലുതിന്റെ ചിഹ്നം മൈനസ്, അപ്പൊ ലാസ്റ്റ് വരിക x - 7 = 0. -7 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് +7 എന്ന് വെച്ചാൽ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ +7 എന്നാണ് കിട്ടുക.
അത് മനസ്സിലാക്കുക. മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ +7 എന്നാണ് കിട്ടുക. റെഡി. ഇങ്ങനെയാണ് ഒരു രാസസൂത്രം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ഓക്സീകരണാവസ്ഥ കണ്ടെത്തുക എന്നുള്ളത്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരുള്ളൂ, കാരണം അതൊക്കെ മുമ്പ് പഠിപ്പിച്ചതായതുകൊണ്ടാണ്. അതോടുകൂടി ആ ടോപ്പിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ശരി, നമ്മൾ ചെയ്യുന്നത് MnO2. ഇതിലെ മാംഗനീസിന്റെ ഓക്സീകരണം ഓന്റെ നമുക്കറിയാലോ, മാംഗനീസിന്റെ തന്നെ കിട്ടണം. അപ്പൊ ഇതിലെ മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ കാണേണ്ട രീതി MnOO. Mn നമുക്കറിയില്ല, അത് +x എടുത്തു, ഇത് -2 -2 സമം 0. -2 -2 കൂട്ടിയാൽ എത്രയാണ്? -4. x -4 സമം 0. x സമം -4 അപ്പുറത്ത് പോയാൽ എത്രയായി? +4. മാംഗനീസിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ്? +4. കഴിഞ്ഞു. ഇത്രയാണ് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്സീകരണാവസ്ഥ മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. CaOയിലെ കൽസ്യത്തിന് ഇത് രണ്ടും അറിയാം നമുക്ക്, അതുകൊണ്ട് അത് ആവശ്യമില്ല. ഓക്കെ, അറിയാത്തത് വരണം. FeCl3യിലെ ആരുടെ അറിയാത്തത്? Fന്റെ അറിയില്ല. Feയുടെ ഓക്സീകരണാവസ്ഥ കാണണം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് FeCl ഇതിന്റെ അറിയില്ല. +x -1 -1 -1 സമം 0. ഇത് മൂന്നും കൂട്ടിയാൽ -3. x -3 സമം 0. x സമം +3. അപ്പൊ Feയുടേത് എത്രയാണ്? +3. ഓക്കെ, ഇതാണ് ഓക്സീകരണാവസ്ഥ കാണുന്ന രീതി. ഓക്സീകരണാവസ്ഥ കാണുന്ന രീതി ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓക്സീകരണാവസ്ഥ കാണാൻ പഠിച്ചു. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പറഞ്ഞു തന്നിട്ടുണ്ടോ? ആരെങ്കിലും പറയൂ. ആരുല്ലേ? പോയോ? ഓക്കെ, ഹലോ, ഞാൻ നിർത്തേ, പരിപാടി നിർത്തേ. കേൾക്കുന്നില്ലേ? പറഞ്ഞിട്ടില്ല, കേട്ടോളാം. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു ഓക്സീകരണാവസ്ഥ എഴുതിയത്? ഇപ്പോ Fe3+ കണ്ടില്ലേ? ഇതിൽ 3+ എന്നുള്ളത് ഓക്സീകരണാവസ്ഥയാണ്. Fe3+ എന്ന് പറഞ്ഞാൽ അയോൺ ആണ്. അയോൺ, ഇരുമ്പിന്റെ അയോൺ. ചാർജുള്ള ആറ്റത്തെയാണ് അയോൺ എന്ന് വിളിക്കുക. ഇരുമ്പിന്റെ അയോണിനെ Fe3+. മറ്റൊരു അയോണാണ് ഇരുമ്പിൻ്റെത് Fe2+, Ca2+. ഇത് കാൽസ്യം അയോൺ ആണ്. Cl- പറഞ്ഞാൽ -1 എന്നുണ്ട് കേട്ടോ, ഒന്നിടാറില്ല എവിടെയും. അതുകൊണ്ട് Cl- ക്ലോറൈഡ് അയോൺ ആണ്. O2- ഓക്സൈഡ് അയോൺ ആണ്. ഓക്കെ, ഇങ്ങനെ അതിന്റെ മുകളിൽ വരുന്ന Mn7+, ഇത് മാംഗനീസിന്റെ അയോൺ ആണ്. Mn4+, ഇത് മാംഗനീസിന്റെ മറ്റൊരു അയോൺ ആണ്. ഓക്കെ, ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ ഉണ്ടാവും കേട്ടോ. ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് വ്യത്യസ്ത, അതുകൊണ്ടാണ് മാംഗനീസ് 2 Fe കണ്ടോ 2 ഉണ്ട്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്ന മൂലകങ്ങൾ ഏത് ബ്ലോക്കിലാണ് വരിക? ഡി ബ്ലോക്ക്. എസ് ബ്ലോക്കിലുള്ളതിനും അതേപോലെ പി ബ്ലോക്ക്. ഡി ബ്ലോക്കും എഫ് ബ്ലോക്കും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കും. എസ് ബ്ലോക്കും പി ബ്ലോക്കും ഓക്സീകരണാവസ്ഥ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും. അത് മനസ്സിലാക്കി വെച്ചോളണേ. ഓക്കെ, അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ആണ് എഴുതാൻ പോകുന്നത്. നമ്മൾ എഴുതാൻ പോവുകയാണ്. എല്ലാവരും കോപ്പർ അറ്റോമിക നമ്പർ 29 ആണ്. കോപ്പറിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എല്ലാവരും എഴുത്. എല്ലാവരും കൈ താഴ്ത്തു. ഈ കൈ പൊക്കിയ ആൾക്കാരൊക്കെ ഒന്ന് കൈ താഴ്ത്തു. പോട്ടെ, കുറച്ചും കൂടി ഉണ്ട്. മൂന്നാള്. യെസ്, 2 ആളും കൂടി. സൻഷിഫ് കൈ താഴ്ത്ത്. മോറിൽ പോവുക. ലോവർ ഹാൻഡ്. ഏറ്റവും താഴെ മോർ ഉണ്ട്, അതിൽ ലോവർ ഹാൻഡ് താഴ്ത്തുന്നില്ല. എന്താ ചെയ്യാ? കോപ്പറിന്റെ അറ്റോമിക നമ്പർ 29 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതൂ. എല്ലാവരും.
1s2 2s2 2p6 എഴുത തെറ്റരുത് കേട്ടോ. ഓക്കെ, എഴുതിയവരൊക്കെ കൈപ്പൊക്കുക. എഴുതി കഴിഞ്ഞവരൊക്കെ കൈപ്പൊക്കുക. ഓക്കെ, ഷിഫ മൈക്കോണാക്കൂ. ഷിഫ Hello. മൈക്കോണാക്കൂ. ഓക്കെ. ഷിഫ ഏറ്റവും അവസാനത്തെ 2 സബ്ഷെല്ലുകൾ മാത്രം പറഞ്ഞാൽ മതി. 4s1 3d10. 4s. വെരി ഗുഡ്. 4s1 3d10. ഓക്കെ, വെരി ഗുഡ്. മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. 3d10. ഇനി നിങ്ങളോട് പറഞ്ഞത് Cu+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറയാണ്. Cu+ പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട Cu എന്നാണ്. ഒരു ഇലക്ട്രോൺ പ്ലസ് പറഞ്ഞാൽ +1 എന്നാണ്. അവിടെ ഉണ്ടാവില്ല എന്ന് ആദ്യം പറഞ്ഞു, 1 എഴുതാറില്ല. Cu+ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട Cu എന്നാണ്. അപ്പൊ നമ്മൾ Cuവിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലേ Cu+ന്റെ എഴുതാൻ പറ്റുള്ളൂ. അതിനാണ് ആദ്യം Cuവിന്റെ എഴുതിപ്പിച്ചത്. ഈ Cuവില് നോക്കൂ നിങ്ങള്, ഈ 4 എന്ന് പറയുന്നത് 4ാമത്തെ ഷെല്ല് എന്നാണ്. ഈ 3 എന്ന് പറയുന്നത് 3ാമത്തെ ഷെല്ല് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ല് 3D ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ ആ ചിത്രത്തിൽ നോക്കിയിട്ട് അങ്ങനെ ഓർഡറിൽ എഴുതുമ്പോൾ അവസാനം ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്ന സബ്ഷെല്ല് 3D ആണ്. അതിൽ സംശയമില്ല. എന്നാൽ ബാഹ്യതമാ സബ്ഷെൽ എന്ന് പറയുന്നത്, അവസാനത്തെ സബ്ഷെൽ എന്ന് പറയുന്നത് 3D അല്ല, 4s ആണ്. എന്താ കാരണം? 3ാമത്തെ ഷെല്ല് കഴിഞ്ഞിട്ടേ 4ാമത്തെ വട്ടം വരുള്ളൂ. ഷെല്ലില് 4ാമത്തെ വട്ടം എന്ന് വെച്ചാൽ 3ന്റെ പുറത്തേ 4 ഉണ്ടാവുള്ളൂ. ബാഹ്യതമാ സബ്ഷെൽ 4s ആണ്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഈ കൂട്ടത്തില് Cuവിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയ കൂട്ടത്തില് ബാഹ്യതമാ സബ്ഷെൽ, അവസാനത്തെ സബ്ഷെൽ, പുറമേയുള്ള സബ്ഷെൽ എന്ന് പറയുന്നത് 4s ആണ്. അവസാനം ഇലക്ട്രോൺ നിറയുന്ന സബ്ഷെൽ 3D ആണ്. അതിൽ മാറ്റല്ല. ഓക്കെ, അതുകൊണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടേണ്ടത് ബാഹ്യതമാ സബ്ഷെല്ലിൽ നിന്നായിരിക്കണം, പുറത്തെ സബ്ഷെല്ലിൽ നിന്നായിരിക്കണം ഇലക്ട്രോണുകൾ നഷ്ടപ്പെടേണ്ടത്. എത്ര ഇലക്ട്രോണുകളാണ് കോപ്പറിൽ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്? 1 ഇലക്ട്രോൺ. അത് എവിടുന്നാ പോയത്? പുറത്തെ സബ്ഷെല്ലിൽ നിന്ന്. ഏതാ പുറത്തെ സബ്ഷെൽ? 4s. 4sൽ നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ 1s2 2s2 2p6 3s2 3p6 4s 1 ഇലക്ട്രോൺ നഷ്ടമായി പോയി. അതുകൊണ്ട് ഇനി 4s ഇല്ല. 3d10 കഴിഞ്ഞു. ഫുൾ എഴുതണേ. ഞാനിവിടെ ലാസ്റ്റത്തെ ഫുൾ എഴുതണം. Cu+ന്റെ എഴുതാൻ പറഞ്ഞാൽ പുറത്തെ സബ്ഷെല്ലിൽ നിന്നും 1 ഇലക്ട്രോൺ നഷ്ടപ്പെടണം എങ്കിൽ ഏതാ പുറത്തെ സബ്ഷെൽ? 4s. അതിൽ നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. അയോണിൻ്റെതാണ് എഴുതുന്നത്. അയോണിൻ്റെത് എഴുതണമെങ്കിൽ ആറ്റത്തിൻ്റെത് ആദ്യം എഴുതി നോക്കണം. അതിൽ ഏതാണ് പുറത്തെ സബ്ഷെൽ എന്ന് കണ്ടെത്തണം. അതിൽ നിന്നും ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തണം. നഷ്ടപ്പെട്ട് അതില്ലാതെ ആയാൽ അത് പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്കിൽ ബാക്കിയുള്ളതൊക്കെ എഴുതണം. 1s2 2s2 2p6 3s2 3p6 3d10. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒന്നുകൂടി എഴുതി നോക്കാം. നമ്മൾ Cu2+ എഴുതി നോക്കാം. ഓക്കെ, Cu2+. Cu2+ എഴുതി നോക്കാം. Cu2+ന്റെ എഴുതുമ്പം എത്ര ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം? 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം.
2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. അപ്പൊ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഹലോ സർ. ഹലോ, എന്താണ് പ്രശ്നം? ആ ഹലോ, ആർക്കാണ് ഈ പ്രശ്നം? ഷൈമാമോൾ AP, എന്താ പ്രശ്നം? ഹലോ ഹലോ. ആ എന്താണ്? ഫഹ്മ അഷ്റഫ് ഒന്ന് മൈക്കോണാക്കൂ. ഫഹ്മ അഷ്റഫ്, ഹലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ആ കേക്കുന്നുണ്ട്. ഓക്കെ ഓഫ് ആയിക്കോളൂ. ഓക്കെ, Cu2+ നോക്കുന്നു നമ്മൾ. Cu2+ നോക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പം അവസാനത്തെ എന്ന് വെച്ചാൽ പുറമേയുള്ള സബ്ഷെൽ ഏതാണ്? 4s. അതിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 1 ഇലക്ട്രോൺ. പക്ഷെ ഇവിടുന്ന് എത്ര എണ്ണം പോകണം? 2 എണ്ണം പോകണം. പിന്നെ ആരാണ് തൊട്ടു ഉള്ളിലായിട്ട് വരുന്നത്? അത് 3D ആണ്. അതിൽ നിന്നും 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം. എന്ന് വെച്ചാൽ Cu2+ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p6 4s ഒന്നും 1 പോയി, 3D ന്നും 1 പോയി. അങ്ങനെ ടോട്ടൽ 2 എണ്ണം പോകണം. 4sലാകെ 1 ഉള്ളൂ, അതുകൊണ്ടാണ് ആ 1 പോണത്. 3D ന്നും 1 പോകണം. അങ്ങനെ 3D9 എന്നാകും വരിക. ഇത് അയോണിൻ്റെതാ എഴുതിയത്. അയോണിൻ്റെത് എഴുതുമ്പോൾ 3D9 ഒക്കെ വരാം. ആറ്റത്തിൻ്റെത് എഴുതുമ്പോഴാണ് ഡിക്ക് മുകളിൽ 4ഉം 9ഉം വരാൻ പാടില്ലാത്തത്. അത് മനസ്സിലാക്കുക. ഓക്കെ, അയോണിൻ്റെതാണ് നമ്മളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ ആറ്റത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ആദ്യം എഴുതണം. അത് എഴുതിയിട്ട് അത് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ, വീണ്ടും നമ്മൾ പിന്നെ എന്താ പറയാ, നമ്മൾ വീണ്ടും വേറെ ഒന്ന് നോക്കി നോക്കാം. Fe അറ്റോമിക നമ്പർ. Feയുടെ അറ്റോമിക നമ്പർ 26 ആണ്. എല്ലാവരും Feയുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞിട്ട് Fe2+ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും Fe3+ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും എഴുതി നോക്കൂ പെട്ടെന്ന്. എല്ലാവരും ഇപ്പൊ കൈ താഴ്ത്തു. എല്ലാ എഴുതി കഴിഞ്ഞവർ കൈപൊക്കണം കേട്ടോ. എഴുതി കഴിഞ്ഞവർ കൈപൊക്കുക. ഇത് 3ഉം എഴുതണേ. Feയുടേത് എഴുതണം, Fe2+, Fe3+.
ഓക്കെ. ഓക്കെ, റെഡി? അമാന പി കെ മൈക്കോണാക്കൂ. അമാന പി കെ. ഹലോ സർ. ഓക്കെ. എഫ് യുടെ അറ്റോമിക നമ്പർ 26 ആണ്. എഴുതിയല്ലോ? എഫിൻ്റെത് എഴുതിയില്ലേ? ഓക്കെ. ലാസ്റ്റത്തെ 3 സബ്ഷെല്ലുകൾ വായിക്കൂ. ലാസ്റ്റത്തെ 3 എണ്ണം. 3p6 3p6 4s2 4s2 3d6. 3d6. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് എഫ് യുടെ, മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ, എഫ് യുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ശരി, അടുത്തത് അഞ്ജന വി പി, മൈക്കോണാക്കൂ. ഹലോ. എഫ് ഇ 2+ൻ്റെത് ലാസ്റ്റത്തെ 3 സബ്ഷെല്ലുകൾ വായിക്കൂ. 3s2 3s2 3p6 3p6 3d7. 3d7 അല്ലേ? 7 യെസ്. ഇത് കൂടിയേക്കാണോ? ഡിയിൽ കൂടല? അല്ല 6, സോറി. അല്ല 5. അല്ല 6 തന്നെ. എന്താണ് എസ് രണ്ടെണ്ണം പോയാൽ S ന്ന് ഇനി രണ്ടെണ്ണം പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. രണ്ടെണ്ണല്ലേ പോകാൻ പറഞ്ഞിട്ടുള്ളൂ. എങ്കിൽ എഫ് ഇ 3+ന്റെ കൂടി നീ തന്നെ പറയും. അയ്യോ. 3 എണ്ണം, അവസാനത്തെ 3 എണ്ണം. 3s2 3s2 3p6 3d. ബാക്കി ഞാൻ എഴുതണം. 3d എന്ന് പറഞ്ഞിട്ട് 3d5. 3d5. ഓക്കെ, എങ്ങനെ 5 ആയത്? അത് 4s ന്ന് 2 എണ്ണം പോയി, 3d ന്ന് 1 പോയി. എങ്ങനെ? കേട്ടില്ല. 4s ന്ന് 2 എണ്ണം പോയി. ഒന്നും കൂടി പറയും. 4s2 ന്ന് 2 എണ്ണം പോയി. പിന്നെ 3d ന്ന് ഒന്നുകൂടി പോയാ 3 എണ്ണം പോയില്ലേ? ഫോറസ്റ്റ് 2 എണ്ണം പോയപ്പോ അതില്ലാതെയായി. 3d ന്ന് 1 പോയി. അപ്പൊ വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഓഫ് ചെയ്തോളൂ കേട്ടോ. ഈ രീതിയിലാണ് ഇതിന്റെ അയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, വേറൊന്ന് നോക്കാം നമ്മള്. കാൽസ്യത്തിന്റെ അറ്റോമിക നമ്പർ 20 ആണ്. Ca2+ന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. പെട്ടെന്ന് എഴുതി നോക്കൂ. അത് കഴിഞ്ഞിട്ട് Mnന്റെ പിന്നെ അറ്റോമിക നമ്പർ 25 ആണ്. അതിൽ Mn2+, Mn4+, Mn7+, ഇതൊക്കെ എഴുതാം. ഓക്കെ, വേഗം എഴുതി നോക്കൂ.
ഓക്കെ, കൈ പൊക്കിയ ആൾക്കാരൊക്കെ എഴുതി കഴിഞ്ഞതാണോ? എഴുതി കഴിഞ്ഞവർ മാത്രം കൈ പൊക്കണേ. എഴുതി കഴിഞ്ഞവർ മാത്രം കൈ പൊക്കുക. നേരത്തെ കൈ പൊക്കിയവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എഴുതി കഴിഞ്ഞവർ കൈ പൊക്കുക. ഓക്കെ, ആര്യമോൾ. ആര്യമോൾ. ഓക്കെ, CA2+ന്റെ ലാസ്റ്റത്തെ രണ്ടെണ്ണം പറയും. CA2+ന്റെ 3s2 3s2 3p6 4s2 ഇതാണോ CA2+ന്റേത്? 2 3s2 ആ, 3p6 കഴിഞ്ഞു. ആരാ ഒപ്പുള്ളത്? കൂടുള്ളത് ആരാണ്? ഹലോ ഹലോ ഹലോ, ആ കൂടുള്ളത് ആരാണ്? അതിന്റെ ഒരു ഫ്രണ്ടാ. ഈ ഫ്രണ്ട് ഇതിലുള്ളതാണോ? ക്ലാസ്സിലുള്ള ആളാണോ? അല്ല, അവളിപ്പതില് ഏ, ഇതിലെ പോയതാണ്. പോയതാണ്. 10 കഴിഞ്ഞ ആളാണോ? ഉം, ഇല്ല. ജോയിൻ ചെയ്ത ആളാണോ എന്ന് ചോദിക്കുന്നത്. ആ സെറ്റിൽ ജോയിൻ ചെയ്ത ആളാണോ? അല്ല. അല്ല. എവിടെ സ്കൂളിൽ പഠിക്കുന്ന ആളാ? പെരുപ്പറമ്പ്. പെരുമ്പറമ്പോ? എടോ, അവളിതൊക്കെ പഠിച്ചിനോ? ഇല്ല. ഇല്ല, പിന്നെ അവളാണല്ലോ പറഞ്ഞു തന്നത് എനിക്ക്. ഓക്കെ, MN ഞാൻ ആദ്യം വിചാരിച്ചു. ആദ്യം വിചാരിക്കലല്ല ചെയ്യേണ്ടത്. ചെയ്യേണ്ട പണി എന്താ വെച്ചാല് ആദ്യം കേൾക്കുക, ചോദ്യം എന്താണെന്നുള്ള കറക്റ്റ് ശ്രദ്ധിക്കുക, എന്നിട്ടാണ് ഉത്തരം പറയേണ്ടത് കേട്ടോ. MN2+ന്റേത് ഒന്ന് പറഞ്ഞേ. MN2+ന്റേത് ലാസ്റ്റത്തെ രണ്ടെണ്ണം പറഞ്ഞാൽ മതി. 3p6 3d5 3p6 3d 5 3d5. ഓക്കെ ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. 5. വെരി ഗുഡ്, വെരി ഗുഡ്. ഷംന മൈക്ക് ഓൺ ആക്കൂ. ഷംന MN4+ന്റേത് MN4+ പറയൂ. ലാസ്റ്റത്തെ രണ്ടെണ്ണം പറഞ്ഞാൽ മതിയേ. 3p6 3p6 3d3 3d3. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓഫ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് നുബില TP. നുബില TP. സാറിന്റെ ചേച്ചിക്ക് ഇപ്പൊ ക്ലാസ് തുടങ്ങും, അപ്പൊ ഞാൻ ക്ലാസ്സിന് ഇറങ്ങിക്കോട്ടെ. നുബില TP. ഹലോ, നുബില TP. പറയൂ. MN7+ന്റെ പറയൂ. 3s2 3p6 3s2 3p6. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇങ്ങനെയാണ് അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്? എല്ലാവരും കൈ താഴ്ത്തു, കൈ താഴ്ത്തു. എല്ലാവരും കൈ താഴ്ത്തു. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാവുന്നവർ മാത്രം കൈപ്പൊക്കൂ. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാവുന്നവർ മാത്രം കൈപ്പൊക്കൂ. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാവുന്നവരൊക്കെ കൈപ്പൊക്കുക.
ഓക്കെ, അപ്പോ ഇതിൽ കുറച്ച് ആളുകൾ ഓക്കെ, അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയാണ് എഴുതുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജസ്റ്റ് അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് പറയാൻ നേരം. ഞാൻ ഇന്ന് തുടക്കം മുതലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് ചാപ്റ്റർ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. കവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കും കൂടി ഉണ്ടാവുള്ളൂ. അതിന്റെ മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം. ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എഴുതണം. പി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ എഴുതണം. എനിക്ക് വായിച്ചു തരണം എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ, ഓരോന്നും ഓരോ ഹെഡിങ് വെച്ചിട്ട് പ്രത്യേകതകൾ പോയിന്റ് ആയിട്ട് എഴുതണം. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ എഴുതിയതാണ്. 4 എഴുതിയതാണോ? അങ്ങനെ എഴുതിക്കോട്ടെ. പുതിയ വന്ന ആളുകൾക്കാണ് ഇത്. പുതിയ വന്ന ആളുകൾ ശ്രദ്ധിക്കണം. പുതിയ വന്ന ആളുകൾ ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതിയാൽ മതി. ടെക്സ്റ്റിലുണ്ട് അത്. ടെക്സ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് എന്താ പറയാ, ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ ഇതിന്റെ ഒക്കെ പ്രത്യേകതകൾ എഴുതണം. ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നീട് എടുക്കാൻ പോകുന്ന സാധനം ഇത്രയേ ഉള്ളൂ. അയോണീകരണ ഊർജം. അത് വളരെ കുറച്ച് സമയം എടുക്കാനേ ഉള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുമ്പം എന്താവണം, ചോദ്യമൊക്കെ ചോദിച്ചെടുക്കേണ്ട സാധനമാണ്. അതേപോലെ ആറ്റത്തിന്റെ വലിപ്പം, പിന്നെ ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഈ സാധനം ഇത് പീരിയോഡിക് ടേബിളിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അപ്പൊ ഇതാണ് ഇനി എടുക്കുക. ഈ ഒരു ഹെഡിങ്ങുകളൊക്കെ, ഹെഡിങ് അല്ല, ഇതിങ്ങനെ ജസ്റ്റ് അവിടെ പോയിന്റ് എഴുതി വെക്കുക. ഇതാണ് ഇനി എടുക്കാനുള്ളത് എന്ന് അറിയാനും. അയോണീകരണ ഊർജം, ആറ്റത്തിന്റെ വലിപ്പം, ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഇത്രയും കാര്യങ്ങൾ. അത് പീരിയോഡിക് ടേബിളിൽ പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് എങ്ങനെയാണ്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് എങ്ങനെയാണ്, ഇതാണ് പഠിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഇത് പഠിക്കുന്നതോടുകൂടി നമ്മൾ ഓക്കെ ആയി എന്താ പറയുക, ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. പക്ഷെ ഈ ചാപ്റ്ററിലെ ഷോർട്ട് നോട്ട്, ഇതുവരെ എടുത്തതിന്റെ ഷോർട്ട് നോട്ട്, ഇത് ലാസ്റ്റ് ഭാഗമാണ്. ഇതുവരെ എടുത്തതിന്റെ ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കണം. അതാണ് എല്ലാവരും ചെയ്യേണ്ട പണി. ഇതുവരെ എടുത്ത ഭാഗങ്ങളുടെ ഷോർട്ട് നോട്ട്, ടെക്സ്റ്റും നോട്ടും നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. ടെക്സ്റ്റും നോട്ടും ഒരാൾ എഴുതിയത് കോപ്പി അടിച്ച് അതേപോലെ എഴുതി അയക്കണ്ട. ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ എഴുതിയാലാണ് അതിൽ നിന്ന് തിരിയുക എന്നുള്ളതൊക്കെയാണ് ഷോർട്ട് നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എഴുതിയ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകണം. ആ രീതിയിൽ നിങ്ങൾ എഴുതിക്കൊള്ളണം. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ഷഹദീർ സാർ ആരാണ് ഇതിലുള്ളത്? ഓക്കെ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ലാസ്റ്റത്തെ ഒരു ടോപ്പിക്, ചെറിയൊരു ടോപ്പിക് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്തെടുത്തപ്പം അത് കുഴപ്പമില്ല. നമ്മള് വർക്കൊന്നും കൊടുക്കാൻ അത് വിഷയമല്ല. ബാക്കിയുള്ളതിലൊക്കെ വർക്കുകൾ ഉണ്ടാവും. ഓക്കെ, റെഡി റെഡി റെഡി. വർക്ക്ഷീറ്റ് അത് അയച്ചു കൊടുക്കാം, കുഴപ്പമില്ല. ഹലോ, ഹോംവർക്ക് ഷോർട്ട് നോട്ട് എഴുതുകയാണ് വേണ്ടത്. ഇതുവരെ എടുത്ത ഭാഗങ്ങളിലുള്ള ടെക്സ്റ്റും നോട്ടും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക വിധത്തിലുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. ആ എഴുതിയിട്ട് വേണം അയച്ചു കൊടുക്കാൻ. ഓക്കെ, പുതിയ ആളുകൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അതിന്റെ പ്രത്യേകതകളും കൂടി നോട്ടിൽ എഴുതി വെക്കണം. നിങ്ങളിപ്പം നിലവിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന നോട്ട് ബുക്കിൽ. ഓക്കെ, ഷോർട്ട് നോട്ട് അതിന് ശേഷമാക്കിയിട്ട് എഴുതിയാൽ മതി. അത് നിങ്ങളൊരു കാര്യം ചെയ്യാം, ഒരു A4 പേപ്പറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട്, നമ്മൾ ചിലപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ എഴുതുമ്പോൾ ചെയ്യുന്ന പണിയുണ്ട്, ചുവന്ന മഷിപ്പേന അല്ലെങ്കിൽ കളർ പേനകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എഴുതും. നല്ല വൃത്തിയായിട്ട് നല്ല ഡിസൈനോട് കൂടിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് നോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വളരെ വൃത്തിയായിട്ട് എഴുതുന്ന ഒരു ഷോർട്ട് നോട്ടാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഓക്കെ. സമദ് മാഷ് എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല.
അപ്പൊ കൃത്യമായ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തയക്കുക. ഞാൻ അതിന്റെ ഒരു വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ട വർക്ക്ഷീറ്റ് ആണ്. അതായത് ചോദ്യവും ഉത്തരം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ചോദ്യം എഴുതണം, അതിന്റെ ഉത്തരം എഴുതണം. എന്നിട്ട് നിങ്ങൾക്ക് അത് പിന്നെ എനിക്ക് അയച്ചു തരിക. എന്നിട്ട് അത് ക്ലിയർ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്യും, നിങ്ങൾ അയച്ചു തന്നതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ ആൻസർ കീ, അതായത് ഏത് രീതിയിലാണ് എഴുതേണ്ടത് എന്നുള്ളത് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും അത് തട്ടിച്ച് നോക്കണം എങ്ങനെയാണ് അതിന്റെ ആൻസർ ക്ലിയർ ആണോ അല്ലേ എന്നൊക്കെ. അപ്പൊ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്യുക, അയച്ചു തരാം. പിന്നെ നാളെ നിങ്ങൾക്ക് ഹിന്ദി ആയിരിക്കും ക്ലാസ്. അപ്പൊ ഹിന്ദിന്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും സംഘടിപ്പിക്കണം. ഹിന്ദിന്റെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും സംഘടിപ്പിക്കണം. തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ വാങ്ങുക. ഇല്ലാത്തവര് മാത്രം PDF ഒന്ന് അന്വേഷിക്കുക ആദ്യം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രം PDF ആശ്രയിക്കുക കേട്ടോ. ഇതില് കെമിസ്ട്രീന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരൊന്ന് കൈപൊക്കി. ഇപ്പൊ ഉള്ള കൈപൊക്കിയവരൊക്കെ ഒന്ന് കൈ താഴ്ത്തുക. കൈപൊക്കിയ ആളുകളൊക്കെ കൈ താഴ്ത്തുക. ഹെന്ന ജന്ന, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവര്, കെമിസ്ട്രീന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരൊന്ന് കൈപൊക്കി. ഇല്ലാത്തവരൊന്ന് ഓക്കെ. ഞാൻ അതിന്റെ PDF ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, നിർത്തുകയാണ്. താങ്ക് യു.